Okay, good morning students. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി. വാട്ട് ഈസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്? എന്താ പേര് പറയുന്നത് പോലെ നമ്മളൊരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, പ്ലഡ്ജിൻ്റെ കേസിൽ പ്ലഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പും അതിൻ്റെ പൊസിഷനും നമ്മൾ എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനാണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗുഡ്സിൻ്റെ ഓണർഷിപ്പും പൊസഷനും. The word property is used for the ownership when the goods are sold. It is a property in the goods which is transferred to the buyer. The term property in the goods should not confused with the physical possession of goods. അതായത് ഗുഡ്സിൻ്റെ എന്താ പറയുക, ഓണർഷിപ്പും അതിൻ്റെ പൊസഷനും എല്ലാ കാര്യങ്ങളും ഒരു പാർട്ടി വേറൊരു പാർട്ടിക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്, സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന സിഗ്നിഫിക്കൻസ്, അതായത് കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, റിസ്ക് പാസസ് ദ ഓണർഷിപ്പ്. ഫസ്റ്റ് വൺ എന്താ, ഓണർഷിപ്പ് പാസ് ചെയ്യുന്ന സമയത്തുള്ള റിസ്ക്. അതെങ്ങനെയാണ്? ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇഫ് ദ ഗുഡ്സ് ആർ ലോസ്റ്റ് ഓർ സഫർ എനി ഡാമേജ് ദ whoever is the owner of the goods at the time of, അതായത് നമ്മളിപ്പം റിസ്കിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ കയ്യിലൊരു ഗുഡ്സ് ഉണ്ട്, അതിപ്പോൾ ഞാൻ വേറൊരാൾക്ക് അത് സെയിൽ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓണർഷിപ്പും അതിൻ്റെ പൊസഷനും കാര്യങ്ങളൊക്കെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ അതിൻ്റെ റിസ്ക് ആർക്കായിരിക്കും? എനിക്കായിരിക്കും, അല്ലേ? അപ്പോൾ അതിന് എന്ത് ലോസ് ഉണ്ടായാലും അതിന് എന്ത് ഡാമേജ്, അല്ലാണ്ട് നിങ്ങളിത് വാങ്ങാമെന്ന് പറഞ്ഞില്ലേ ഇനി ഇതിൻ്റെ ഡാമേജ് ലോസൊക്കെ നിങ്ങൾ എടുത്തു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് മാറുന്നത് വരെ. ഇപ്പം നമ്മളിപ്പോൾ വണ്ടിയൊക്കെ അല്ലേ, വണ്ടിയൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതെന്ത് ചെയ്യും, അതിൻ്റെ ബുക്സും പേപ്പറും ഒക്കെ നമ്മൾ അയാളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കൂലേ. അതർവൈസ് നമ്മളത് മാറ്റുന്ന വരെ വണ്ടിക്ക്, ഇപ്പം നമ്മൾ കാറ് സെയിൽ ചെയ്തു എന്ന് കരുതുക, അപ്പം ചിലപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത് പണം വാങ്ങിയിട്ടുണ്ടാവും, അതിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി സമയം എടുക്കും, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സമയം എടുക്കും. അപ്പോൾ അത്രയും സമയം മറ്റേ ആളെ വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വണ്ടീൻ്റെ മുകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? പഴയ ഓണർക്കായിരിക്കും അതിൻ്റെ റൈറ്റ്സ്, അതിൻ്റെ അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലേ? അയാളുടെ പേരിലല്ലേ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അതേ കേസ് തന്നെയാണ് പറയുന്നത്. റിസ്ക് എന്ന് പറയുന്നത് ആർക്കായിരിക്കും? ആ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നവരെ എക്സിസ്റ്റിംഗ് ഓണർ ആരാണോ അയാൾക്കായിരിക്കും. ദെൻ രണ്ടാമത് എന്താ, ആക്ഷൻ അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി. അതായത് ഇൻ ദ കേസ് ഓഫ് ലോസ് ഓർ ഡാമേജ് ടു ദ ഗുഡ്സ് കോസ്ഡ് ബൈ ദ തേർഡ് പാർട്ടി, ഇറ്റ് ഈസ് ദ ഓണർ ഹു അലോൺ can take action and not that person who has possession in goods. അതായത് ആക്ഷൻ അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തേർഡ് പാർട്ടി ആയിട്ട് എന്തെങ്കിലും ഡീലിങ്സോ കാര്യങ്ങളോ വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും മറ്റേ ആൾ, ഇപ്പം നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്ത ആൾ, പക്ഷെ അയാൾക്ക് അങ്ങനെ പേപ്പറും കാര്യങ്ങളും സെയിൽ ചെയ്യാൻ പറ്റില്ല. സോറി, ഇൻ ദ കേസ് ഓഫ് എന്തെങ്കിലും ഡാമേജോ ലോസോ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് കാരണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ വിറ്റൊരു സാധനത്തിന് ഓണർഷിപ്പും അതിൻ്റെ എന്താ പറയുക പൊസഷനും നമ്മൾ കൈമാറുന്നതിന് മുന്നേ വരെ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിട്ട് എന്തെങ്കിലും ഡാമേജോ ലോസോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ആർക്കായിരിക്കും? എക്സിസ്റ്റിംഗ് ഓണർക്കായിരിക്കും ഉണ്ടാവുക. അതേപോലെ സ്യൂട്ട് ഫോർ പ്രൈസ്, അതായത് ദ സെല്ലർ ബിക്കംസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഫ്രം ദ ബയർ ഓൺലി വെൻ ദ പ്രോപ്പർട്ടീസ് ഗുഡ്സ് പാസ് ടു ദ ലേറ്റർ. അതായത് ഗുഡ്സ് നമ്മളെ പ്രോപ്പർട്ടീൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ ആ ഗുഡ്സിൻ്റെ മേലുള്ള എല്ലാ പ്രൈസും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ആർക്കായിരിക്കും? എല്ലാം ഒരേ പോയിൻ്റൊക്കെ തന്നെയാണ്, ഏകദേശം ഒരേ മീനിങ് ആണ് വരുന്നത്, ബയർക്കായിരിക്കും. Then the insolvency of seller or buyer. When the seller or buyer becomes insolvent, the question arises as to whether or not the official receiver or അതായത് നമ്മളിപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഓണർഷിപ്പ് കൈമാറുന്നത് വരെ മറ്റേ ആൾ ഇൻസോൾവെൻറ്റോ അയാൾ എന്തോ ആണെന്നുണ്ടെങ്കിലും എന്താണ് നമുക്കത് അറിയുന്ന, ആ ഗുഡ്സിൻ്റെ മുകളിൽ എന്ത് ഡാമേജസ് ഉണ്ടെങ്കിലും അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കായിരിക്കും? എക്സിസ്റ്റിംഗ് ഓണർക്കായിരിക്കും. അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള ആൾക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന റൂൾസ് റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഈ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ,
ഇൻ ദ കേസ് ഓഫ് സ്പെസിഫിക് ഓർ അസർട്ടൈൻ ഗുഡ്സ്, അതായത് സ്പെസിഫിക് ഗുഡ്സ് അല്ലെങ്കിൽ അസർട്ടൈൻ ഗുഡ്സും ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ റൂൾ എന്ന് വെച്ചാൽ, സ്പെസിഫിക് ഗുഡ് മീൻസ് ഐഡൻറ്റിഫൈ റെക്കോർഡ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. നമ്മൾ പറഞ്ഞല്ലോ കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഗുഡ്സിനെയാണ് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. Where there is an unconditional contract of sale of specific goods and the goods are deliverable state, the property in the goods passes to the buyer when the contract is made. അതായത് ഒരു കോൺട്രാക്റ്റ് നടന്ന് നമ്മൾ ആ ഗുഡ്സ് അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഓണർഷിപ്പ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫേർഡ് ആണ്. ഓക്കെ, അപ്പോൾ അത്തരം ഗുഡ്സ് ആണ് സ്പെസിഫിക് ആൻഡ് അൺസർട്ടൻ ഗുഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ആ ഗുഡ്സിനെ നമ്മൾ ഡെലിവറി ചെയ്യുക, അതായത് ആ ടൈമിൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ പ്രോപ്പർട്ടീൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെ ഓണർഷിപ്പ്. അതായത് ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി കടയിൽ ചെന്നിട്ട് സാധനം വാങ്ങി അതിൻ്റെ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ്ടാവുക, നമ്മളൊരു ഫോണ് പർച്ചേസ് ചെയ്തു എന്ന് വരുന്നത് ഷോപ്പിൽ ചെന്നിട്ട്. അപ്പോൾ ആ ഫോണ് പർച്ചേസ് ചെയ്ത് നമ്മളതിന് ക്യാഷ് കൊടുത്തത് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഫോണിൻ്റെ ഓണർ ആരാണ്, കടക്കാരനായിരിക്കും, അല്ല നമ്മളായിരിക്കും. ഓക്കെ, അപ്പോൾ അത് പർച്ചേസിങ് ടൈമിൽ തന്നെ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ഓണർഷിപ്പും അതിൻ്റെ പൊസിഷനും ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് ആ റൂളാണ് എന്തിലുള്ളത്, സ്പെസിഫിക് ആൻഡ് അസർട്ടൈൻഡ് ഗുഡ്സിൽ വരുന്നത്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗുഡ്സ്, അൺഅസർട്ടൈൻ ഗുഡ്സും അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞ കേസിൽ എന്താ, ഫ്യൂച്ചർ ഗുഡ്സ് എന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് എന്താ പറയുക ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, the general rule is that no property is goods is transferred to the buyer unless the goods are ascertained. അതായത് നമ്മൾ ഗുഡ്സ് അസർട്ടൈൻ ചെയ്യുന്നവർ, അൺഅസർട്ടൈൻ ഗുഡ്സിൻ്റെ കേസിൽ ഗുഡ്സ് അസർട്ടൈൻ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗുഡ്സ് ആയാലും അസർട്ടൈൻ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഓണർഷിപ്പോ അതിൻ്റെ പൊസഷനോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഗുഡ്സ് എപ്പോഴാണോ നമ്മൾ അസർട്ടൈൻ ചെയ്തിട്ട് ഡെലിവർ ചെയ്യുന്നത് ആ ടൈമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഓണർഷിപ്പ് അതിൻ്റെ പൊസഷൻ നമ്മൾ കൈമാറുന്നത്. അതാണ് അൺഅസർട്ടൈൻ ഗുഡ്സിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റൂൾസ് ആണ് ഇപ്പം നോക്കുന്നത്. എന്തൊക്കെ റൂൾസ് ആണ് ഇപ്പം നോക്കിയത്, റൂൾസ് ഓഫ് അസർട്ടൈൻഡ് ആൻഡ് അൺഅസർട്ടൈൻഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗുഡ്സിൻ്റെ റൂൾസ്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ പറഞ്ഞല്ലോ എന്തൊക്കെ പറഞ്ഞു, നമ്മളൊരു ഗുഡ്സ് അസർട്ടൈൻ ഗുഡ്സ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക, അതായത് നമ്മളെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് നമ്മൾ എപ്പോഴാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഗുഡ്സിൻ്റെ മുകളിലുള്ള എല്ലാ അവകാശങ്ങളും വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനെ കുറച്ച് സിഗ്നിഫിക്കൻസ് കാര്യങ്ങൾ നോക്കി, സിഗ്നിഫിക്കൻസ് നമ്മൾ റിസ്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കി, അതേപോലെ തന്നെ നമ്മളതിൻ്റെ പിന്നെ റിസ്ക്, അതിൻ്റെ മുകളിൽ എമൗണ്ട്, ഡാമേജസ് ഒക്കെ എങ്ങനെയാണ് വരുമ്പോൾ അതെങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കി. ദെൻ റൂൾസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള റൂൾസ് നമ്മൾ നോക്കി. പിന്നെ റൂൾസ് റിഗാർഡിങ് ഡെലിവറി ഓഫ് ഗുഡ്സ്, ഒരു ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഒരു ഗുഡ്സിനെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റൂളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്താണ്, ഡെലിവറി ഓഫ് ദ ഗുഡ്സ് മേ ബി മെയ്ഡ് ഇൻ എനി ഓഫ് ദ ടൈപ്സ് ഡിസ്കസ്ഡ് അബൌവ്. അതായത് the important point to remember is that it should have the effect of putting the goods possession of the buyer authorized agent. അതായത് ഡെലിവറി ഓഫ് ഗുഡ്സിൽ നമ്മൾ അത് ഗുഡ്സിൻ്റെ പൊസഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതായത് ഏജൻറ്റ്, നമ്മളൊരു ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് ഏജൻറ്റ് ത്രൂ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക എഫിഷ്യൻ്റ് ആണോ, നമ്മൾ അതിൻ്റെ കൃത്യമാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻസ്. അതേപോലെ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ധാരണ പ്രകാരം തന്നെ കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ സമയത്ത് അത് പേ ചെയ്യുക. അതായത് അൺലെസ് അതർവൈസ് അഗ്രീഡ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ആർ കൺകറൻറ്റ് കണ്ടീഷൻസ്, ദ സെല്ലർ ഷുഡ് ബി റെഡി ടു വില്ലിംഗ് ടു ഗിവ് പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. അതായത് അയാൾ അതേപോലെ ഗുഡ്സ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് പണം കിട്ടി കഴിയുമ്പോൾ ആ ഗുഡ്സിൻ്റെ പൊസഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൈമാറാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ എഫക്റ്റ് ഓഫ് പാർട്ട് ഡെലിവറി.
Sometimes when the goods in large quantity are to be delivered, during the process of delivery, when the part of the goods are delivered, it is treated a delivery of the whole. The purpose of passing the property in the goods. അതായത് ചില സമയത്ത് നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ടതെന്ന് കരുതാം. അപ്പോൾ എന്താ അതിൻ്റെ പ്രോസസ് ഓഫ് ഡെലിവറി കുറച്ച് സമയം എടുക്കും അല്ലേ. ഒരു വലിയ ചെറിയ സാധനം വിൽക്കുന്ന പോലെയാണ് ഒരു വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സാധനങ്ങൾ സെൽ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആ മൊത്തം ആ പ്രോസസ്സിൽ വരുന്ന ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെലിവറി ഗുഡ്സിൽ നമ്മൾ എന്താ പറയുക എഫക്റ്റ് ചെയ്യാതെ നോക്കുക. അതായത് നമുക്ക് അതിൻ്റെ കൃത്യമായ ഒരു പ്രോസസ്സ്, അതിൻ്റെ മൊത്തം കാര്യങ്ങൾക്കുള്ളൊരു ചിട്ട നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ ബയർ ടു അപ്ലൈ ഫോർ ഡെലിവറി. അതായത് ബയർ അയാളുടെ ഡെലിവറി ചെയ്യാൻ പറയുന്ന സമയം എപ്പോഴാണോ ആ ടൈമിനുള്ളിൽ കൃത്യസമയത്ത് നമ്മളത് എന്ത് ചെയ്യുക, എത്തിച്ചിരിക്കാം. Unless contract some exist of seller of goods is not bound to deliver until the buyer applies for delivery. അതായത് ചില സമയത്ത് നമുക്ക് ഡെലിവറി ടു ഡിലേ ആവും അല്ലെ, നമ്മളൊരു കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ സമയത്ത്. പക്ഷെ അങ്ങനെ ആവാൻ പാടില്ല. ബയറെ കൺസെൻറ്റ് എപ്പോഴും നമുക്ക് പ്രധാനമാണ്. അതേപോലെ ബയറെ പ്രയോറിറ്റി. ഓക്കെ. അപ്പോൾ നമ്മളെ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ടൈമിൽ ബയറെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ മാക്സിമം ഡെലിവറി ചെയ്യാൻ നോക്കാം. അങ്ങനെ പ്ലേസ് ഓഫ് ഡെലിവറി. പ്ലേസ് ഓഫ് ഡെലിവറിയിൽ എന്താണ്, ഡെലിവറി ജനറലി അഗ്രീഡ് ബിറ്റ്വീൻ പാർട്ടീസ്. അതായത് രണ്ട് പാർട്ടീസും തമ്മിലുള്ളൊരു ധാരണേൻ്റെ പുറത്തിറക്കി ഒരു ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്. അപ്പം രണ്ട് പേർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കുക, ഒരു എങ്ങനെയാണോ ഗുഡ്സ് ഡെലിവറി ചെയ്യേണ്ടത്, എവിടെയാണോ വരേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ അതിൻ്റെ പ്ലേസ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം മെൻഷൻ ചെയ്യാം. മാനർ ഓഫ് ഡെലിവറി, ഏത് രീതിക്കാണോ ഡെലിവറി ചെയ്യേണ്ടത് അതിൻ്റെ മാനർ, അതിൻ്റെ പ്രോപ്പർ പാക്കേജസ് കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റൈൽ ഓഫ് ഡെലിവറി ഒക്കെ ചെക്ക് ചെയ്യുക. ദെൻ എക്സ്പെൻസ് ഓഫ് ഡെലിവറി നോക്കുക. ഡെലിവറി ഓഫ് റോങ് ക്വാണ്ടിറ്റി ഡെലിവറി ചെയ്ത് കറക്റ്റ് ആക്ച്വൽ എന്താണോ പറഞ്ഞത് അങ്ങനെ ഡെലിവറി ചെയ്യാം. അപ്പോൾ അത്രയും റൂൾസാണ് എന്തിലുള്ളത്, റൂൾസ് ഫോർ ഡെലിവറിയിലുള്ളത്. അതായത് ഒരു ഗുഡ്സ് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ബയറുടെ കൺസെൻറ്റ്, എക്സ്പെൻസ്, അതേപോലെ തന്നെ മാനർ ഓഫ് ഡെലിവറി, അതേപോലെ പ്ലേസ് ഓഫ് ഡെലിവറി കാര്യങ്ങൾ, അത്രയും റൂൾസാണ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, അപ്പോൾ റൂൾസും സിഗ്നിഫിക്കൻസും മീനിങ്സും ഒക്കെ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഓക്കെ. വാട്ട് ഈസ് അൺപെയ്ഡ് സെല്ലർ? അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ എന്താ, എ സെല്ലർ ഹു ഹാസ് നോട്ട് റിസീവ്ഡ് ദ ഫുൾ പ്രൈസ് ഓഫ് ഗുഡ്സ് ഹോൾഡ് ഈസ് ടേംഡ് ആസ് എൻ അൺപെയ്ഡ് സെല്ലർ. അതായത് നമ്മളൊരു ഗുഡ്സ് വിറ്റിട്ട് ആ ഗുഡ്സ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗുഡ്സ് നമ്മൾ സെല്ല് ചെയ്തു. ഓക്കെ. അല്ലെങ്കിൽ സെല്ല് ചെയ്ത സമയത്ത് ആ സെല്ലർക്ക് അതിൻ്റെ ആക്ച്വൽ മുഴുവൻ പണവും കിട്ടിയില്ല. ഓക്കെ. അതിൻ്റെ മുഴുവൻ പണവും കിട്ടാത്തൊരു സെല്ലറെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺപെയ്ഡ് സെല്ലർ. ഹു ഹാസ് നോട്ട് റിസീവ്ഡ് ദ ഫുൾ പ്രൈസ് ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സിൻ്റെ മുഴുവൻ പണവും കിട്ടാത്ത കേസിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. അത് സെക്ഷൻ 45 സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലാണ് നമ്മളത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ദെൻ റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ. ഒരു അൺപെയ്ഡ് സെല്ലർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്? വേർ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഹാസ് പാസ്ഡ് ടു ദ ബയർ. ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുഡ്സ് ബയർക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ സെല്ലർക്ക്, അൺപെയ്ഡ് സെല്ലർക്ക് റൈറ്റ് ഓഫ് ലീനുള്ള റൈറ്റ് ഉണ്ട്, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് അതിനുള്ള റൈറ്റ് ഉണ്ട്, ദെൻ റൈറ്റ് ഓഫ് റീസെയിൽ, വീണ്ടും റീസെയിൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കും. അതേപോലെ റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദ ബയേഴ്സ് പേഴ്സണലി എന്തൊക്കെ ഉണ്ടാവും? റൈറ്റ് ടു ഫയൽ എ സ്യൂട്ട് ഫോർ പ്രൈസ്, റൈറ്റ് ടു ഫയൽ സ്യൂട്ട് ഫോർ ഡാമേജസ്, റൈറ്റ് ടു ഫയൽ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. അതായത് ഒരു ബയർക്ക് ഒരു സെല്ലറടുത്ത് എന്തിനൊക്കെ അഗെയിൻസ്റ്റുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കും? ഡാമേജസ് ക്ലെയിം ചെയ്യാനുള്ളത്, അതേപോലെ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ ഇൻട്രസ്റ്റ് ഫയൽ ചെയ്യാനുള്ള റൈറ്റും ഉണ്ടായിരിക്കും ആർക്ക്? ഒരു ബയർക്ക്. അപ്പം റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലറാണ് നേരത്തെ നോക്കിയത്. ദെൻ